വെൽക്കം ബാക്ക് ടു എഡ്യൂവാലൈറ്റ്. +1 ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ഓൾമോസ്റ്റ് ഒരു 14 ചാപ്റ്റർ നമുക്കുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കൂട്ടുന്നില്ല, അത് കൂട്ടാതെ മൊത്തം 14 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 14 പാഠങ്ങളിൽ നിന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ റിപ്പീറ്റ് ചെയ്ത് വരുന്ന, നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് എന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ചാപ്റ്ററിൽ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ള ഈ വീഡിയോയിൽ പറയുന്ന ഓരോ ടോപ്പിക്സും ഞാൻ ചാപ്റ്റർ വൈസ് ആയിട്ട് പറയുന്നുണ്ട്. ചാപ്റ്റർ വൈസ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഞാൻ ഈ പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് 50 മാർക്ക് വരെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. സോ A+ ആവണം, അല്ലെങ്കിൽ A ഗ്രേഡ് ആവണം, പാസ് ആവണം എന്നുള്ളവരൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഡെറിവേഷൻസ്, പ്രോബ്ലംസും എല്ലാം ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ആർക്കെങ്കിലും ഇനിയും നമ്മൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കാരണം പലരും ഇപ്പോൾ അറിഞ്ഞിട്ടില്ല, കുറേ ലേറ്റായി ജോയിൻ ചെയ്യുന്നവരുണ്ട്. സോ ആർക്കെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കുക. 9895451912. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നോട്ട്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അവിടെയൊക്കെ നമ്മൾ ഇതേപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ ആൻസർ ചെയ്യലും ഡിസ്കഷനും എക്സ്പ്ലനേഷനും ഒക്കെ അവിടെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. സോ ഫസ്റ്റ് ചാപ്റ്റർ കിടക്കുകയാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ചോദിക്കുന്ന, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ. നമുക്കൊരു പെർട്ടിക്കുലർ ഇക്വേഷൻ തന്നിട്ട് അത് കറക്റ്റ് ആണോ നോക്കാൻ പറയും ബൈ ഡയമെൻഷണൽ മെത്തേഡ്. അപ്പോൾ സാമ്പിളായി തന്നിട്ടുള്ളത് S=UT + ½ AT² ആണ്. ഇങ്ങനെ ഏത് ഇക്വേഷൻ വേണമെങ്കിലും തരാം, അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചോദിക്കും. അപ്പോൾ ഒരെണ്ണം മാത്രം ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല, കുറച്ചധികം ഇക്വേഷൻസ് കറക്റ്റ് ആണോ നോക്കാൻ നിങ്ങൾക്ക് അറിയണം. അതേപോലെ നമുക്ക് ആ ചാപ്റ്ററിൽ ചോദിക്കുന്ന മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് റെഡ്യൂസ് എക്സ്പ്രഷൻ ഫോർ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. അതായത് ഈ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം യൂസിങ് ഡയമെൻഷൻ മെത്തേഡ്. അതേപോലെ F=ma ചോദിക്കാം. ഏത് ഇക്വേഷൻസും ഡയമെൻഷണൽ മെത്തേഡ് വെച്ചിട്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ചാപ്റ്റർ മോഷൻ ഇൻ 1 ഡയമെൻഷൻ ആണ്. മോഷൻ ഇൻ 1 ഡയമെൻഷൻ ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാറുള്ളത് പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, അങ്ങനെ കുറേ ഗ്രാഫുകൾ നിങ്ങൾക്ക് അറിയണം. അതിൽ കുറേ ഗ്രാഫ്സ് ഉണ്ട്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തത് മാത്രം. ഇങ്ങനത്തെ എല്ലാ ഗ്രാഫുകളൊക്കെ ഒന്ന് വരയ്ക്കാൻ അറിയണം. അതിനൊക്കെ കുറേ സിമ്പിൾ ട്രിക്സ് ഉണ്ട്, നമുക്ക് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ആ ഗ്രാഫുകൾ നിങ്ങൾ നോക്കി വയ്ക്കുക. അതേപോലെ കൈനമാറ്റിക് ഇക്വേഷൻസ് V=U + AT, S=UT + ½ AT², V² U² + 2s എന്ന് പറഞ്ഞാൽ ഈ 3 ഇക്വേഷൻസ് ഗ്രാഫിക്കലിയും ഡിറൈവ് ചെയ്യാൻ അറിയണം, അല്ലാതെയും ഡിറൈവ് ചെയ്യാൻ അറിയണം. ഇതും ചോദിക്കാറുണ്ട്. 3 മാർക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ 2 ക്വസ്റ്റ്യൻ ആണ് മോഷൻ ഇൻ 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. അതിൽ പ്രൊജക്റ്റൈൽ മോഷൻ എന്താണ്, അതിൻ്റെ ഡയഗ്രാം, ടൈം ഓഫ് ഫ്ലൈറ്റ്, വെർട്ടിക്കൽ ഹൈറ്റ്, ഹൊറിസോണൽ റേഞ്ച് ഒക്കെ ഡിറൈവ് ചെയ്യാൻ അറിയണം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിലുണ്ട്. അതിലൊക്കെ പ്രോബ്ലംസും നമ്മൾ ചോദിക്കാറുണ്ട്. വെറുതെ ഡെറിവേഷൻ മാത്രമല്ല, ചിലപ്പോൾ പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കാം. ഇനി മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിക്കുന്ന വേറെ ക്വസ്റ്റ്യൻ ആണ് ഷോ ദാറ്റ് പാത്ത് ഓഫ് പ്രൊജക്റ്റൈൽ ഇസ് പരാബോള. ഒരു പ്രൂഫാണ്, ഒരു പ്രൊജക്റ്റൈലിൻ്റെ പാത്ത് പരാബോളയാണെന്ന് ഡിറൈവ് ചെയ്തെടുക്കണം, നമുക്ക് ലാസ്റ്റ് കിട്ടണം, നമ്മൾ ഷോ ചെയ്ത് കാണിക്കണം. അത് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ, V=R⍵ എന്ന് പറഞ്ഞ റിലേഷനൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാനും വെലോസിറ്റിയും ആക്സിലറേഷനൊക്കെ എന്താണ് യൂണിഫോം സർക്കുലർ മോഷനൊക്കെ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇതാണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ റിപ്പീറ്റ് ചെയ്യുന്ന, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്ന ടോപ്പിക്സ്. അടുത്തതാണ് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒന്നാമത്തത് ലോസ് പഠിക്കണം. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോസ് ഓഫ് മോഷൻ പഠിക്കുക. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താണ്, അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. റീകോയിൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കാനും അതിൻ്റെ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റീപോസ് എന്താണ്, ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. മോഷൻ ഓഫ് കാർ ഓൺ ലെവൽ റോഡും മോഷൻ ഓഫ് കാർ ഓൺ ബാങ്ക്ഡ് റോഡും രണ്ടും ഡെറിവേഷൻസ് ആണ്. രണ്ടും ചോദിക്കാറുണ്ട്, പ്രോബ്ലംസും ചോദിക്കാറുണ്ട്.
ബാങ്ക് റോഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെവൽ റോഡ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു. സോ ബാങ്ക് റോഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആണ്. ഇതിന് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഒക്കെ പഠിക്കാം. അതിലേതെങ്കിലും രണ്ടെണ്ണമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സിലൊക്കെ ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക. ഒപ്പം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരെ പഠിച്ചു പോകാനായിട്ട് പറ്റും. അടുത്ത ചാപ്റ്ററാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഇൻ റൊട്ടേഷണൽ മോഷൻ. അടുത്ത ചാപ്റ്റർ വർക്ക് എനർജി പവറാണ്. അടുത്തത് വർക്ക് എനർജി. ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞാൽ വർക്ക് എനർജി പവർ. അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് പഠിക്കുക. പോസിറ്റീവ് വർക്ക് ഡൺ, നെഗറ്റീവ് വർക്ക് ഡൺ, സീറോ വർക്ക് ഡൺ ഒക്കെ എക്സാമ്പിൾസ് പഠിക്കുക. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി. വളരെയധികം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ അതിന് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ്, ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ്, അതിൻ്റെ ഗ്രാഫും ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് ആ പാഠത്തിൽ നിന്ന് വർക്ക് എനർജി പവറിൽ നിന്ന് കൂടുതലും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് മേ ബി ചോദിക്കാം. ചിലപ്പോൾ ആ പാഠത്തിൽ നിന്ന് ഒരു പ്രോബ്ലം ചോദിച്ച് അവസാനിപ്പിക്കാം. അങ്ങനെ വരാം. പ്രോബ്ലംസ് നോക്കി പോകണം കേട്ടോ. പ്രോബ്ലംസ് വരുന്ന പാഠങ്ങളൊപ്പം ഞാൻ പറയുന്നുണ്ട്, അത് നോക്കുക. അടുത്ത ചാപ്റ്റർ ഇതാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, 7ാമത്തെ ചാപ്റ്റർ. അതിൽ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് ടോർക്ക്, എല്ലും ടോർക്കും തമ്മിലുള്ള റിലേഷൻ. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, ആംഗുലർ മൊമെൻറ്റത്തിന് കൺസർവേഷൻ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്, അത് ഡിസ്കിൻ്റെ റിങ്ങിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതേപോലെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ത്, പാരലാക്സിസ് തിയറം എന്ത്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ, ടോർക്കും ആംഗുലർ ആക്സിലറേഷൻ തമ്മിലുള്ള ആൽഫയും തമ്മിലുള്ള റിലേഷൻ ഒരു ഡെറിവേഷനാണ്. അതും ഈ പാഠത്തിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 7ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. അതിൽ കുറേ ടോപ്പിക്സ് റിപ്പീറ്റഡ് ആണ്. ഒന്ന് ആക്സിലേഷൻ ടു ഗ്രാവിറ്റി, ബിലോ ആൻഡ് എബവ് ദ എർത്ത് ഉണ്ട്. അതിന് മുമ്പ് ആക്സിലേഷൻ ടു ഗ്രാവിറ്റിയും ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റും സ്മോൾ ലെറ്റർ ജിയും ക്യാപിറ്റൽ ലെറ്റർ ജിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ചെറിയൊരു കുട്ടി ഡെറിവേഷൻ ഉണ്ട്. പിന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേഷൻ, എസ്കേപ്പ് സ്പീഡ്, ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഒക്കെ ഡെറിവേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വേണമെങ്കിലും ചോദിക്കാം. അടുത്ത ചാപ്റ്റർ നമുക്കറിയാം സോളിഡ്സ് ആണ്. 9ാമത്തെ ചാപ്റ്റർ ഹൂക്സ് ലോ, സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇൻ എ സ്ട്രെച്ച്ഡ് വയർ, ഈ 3 ടോപ്പിക്സും മാറി മാറി ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ഫ്ലൂയിഡ്സ്, നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. അതിലെ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്താണ്, പാസ്കൽസ് ലോ അതിൻ്റെ ഡെറിവേഷൻ, ബെർണോൾസ് തിയറം അതിൻ്റെ ഡെറിവേഷൻ, ടോറിസെല്ലിസ് ലോ അതിൻ്റെ ഡെറിവേഷൻ, കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി എന്താണ് അതിൻ്റെ ഡെറിവേഷൻ, ഇതൊക്കെ ചോദിക്കാം. അതേപോലെ നമുക്കറിയുന്ന സ്റ്റോക്സ് ലോ, ടെർമിനൽ വെലോസിറ്റി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രഷൻ ഫോർ എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പിലെ എക്സസ് പ്രഷറിൻ്റെ ഡെറിവേഷൻ, കാപ്പിലറി റൈസ് എന്ത്, അതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നതും ചോദിക്കാം. അപ്പോൾ ഈ ഫ്ലൂയിഡ്സ് വളരെ വെയിറ്റേജ് ഉള്ളതാണ്. ഈ ഫ്ലൂയിഡ്സിലെ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അടുത്തതാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഉണ്ട്, തെർമോഡൈനാമിക്സ് ഉണ്ട്. അതിൽ ഞാൻ തെർമോഡൈനാമിക്സിലേക്കാണ് കിടക്കുന്നത്. തെർമോഡൈനാമിക്സിലെ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ പഠിക്കണം. മേയേഴ്സ് റിലേഷൻഷിപ്പ് CP - CV = R, ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡണ്ടെ ഡെറിവേഷൻ പഠിക്കണം. ഹീറ്റ് എഞ്ചിൻ എന്താണ്, അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഡയഗ്രാം, അതിൻ്റെ എഫിഷ്യൻസിയുടെ ഒരു ഇക്വേഷൻ അറിയണം. റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഡയഗ്രാം, അതിൻ്റെ എഫിഷ്യൻസി. കാർനോട്ട്സ് തിയറം എന്ത്, അതിൻ്റെ കാർനോട്ട് സൈക്കിൾ വരയ്ക്കാനും അതിൻ്റെ ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അടുത്ത ചാപ്റ്ററാണ് കൈനറ്റിക് തിയറി. കൈനറ്റിക് തിയറിയിലെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ത്, അത് എപ്പോഴാണ് ഡീവിയേറ്റ് ചെയ്യുക, റിയൽ ഗ്യാസും ഐഡിയൽ ഗ്യാസും എപ്പോൾ ഡീവിയേറ്റ് ചെയ്യുന്നു, എപ്പോൾ അപ്രോച്ച് ചെയ്യുന്നു, അത്തരത്തിലുള്ള ചെറിയ തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈനറ്റിക് തിയറി ഓഫ് ഐഡിയൽ ഗ്യാസ്, ആ പോയിൻറ്റ്സ് തിയറികൾ പഠിക്കണം. അതേപോലെ അടുത്തതാണ് ഓസിലേഷൻസ്. അതിലെ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സ്പ്രിംഗ് ഡെറിവേഷനാണ്. പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം, അതും ഡെറിവേഷനാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ ഓൺ എനി ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ. ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് കഴിഞ്ഞ എക്സാം ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂഫാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ വേവ്സിന് ചോദിക്കാറുള്ള ഡോപ്ലർ എഫക്റ്റ് എന്താണ് ചോദിക്കാം. അതുമായി ബന്ധപ്പെട്ട ചെറിയ ഡെറിവേഷൻ ഉണ്ട്, അത് നോക്കി വയ്ക്കുക. നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല, മേ ബി ചോദിക്കാം. പിന്നെ പാറ്റേൺ ആണ്. ഓപ്പൺ പൈപ്പിൽ വരുന്ന സ്കെച്ച് ദ പാറ്റേൺ ഓഫ് വേവ് ഫോംസ് ഓഫ് ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്കിനൊക്കെ ഡയഗ്രാം ചോദിക്കാറുണ്ട്. അത് ഓപ്പൺ പൈപ്പോ ക്ലോസ്ഡ് പൈപ്പോ ചോദിക്കാം. ഷുവർ എന്ന് പറയില്ല, മേ ബി ചോദിക്കാം. പിന്നെ ഈ ലാംഡ, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം
പ്രോബ്ലംസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ നമുക്കത് ചോദിക്കാവുന്ന വേറൊരു ചോദ്യമാണ്, ഷോ ദാറ്റ് in an open pipe the frequency of first 3 harmonics are in the ratio 1:2:3. ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ഈ ചോദ്യം കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. സോ വേവ്സിൽ നിന്ന് പഠിക്കുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതിൽ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് 100% വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറയും ഡയമെൻഷൻ ഉപയോഗിച്ച്. പ്രൊജക്ടൈൽ മോഷൻ എന്തായാലും ചോദിക്കും. അതേപോലെ ഫ്രീലി ഫോളിംഗ് ബോഡി എന്തായാലും ചോദിക്കും. ബാങ്ക്ഡ് റോഡ് ചോദിക്കാറുണ്ട്. അതേപോലെ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിലെ ആ എസ്കേപ്പ് ഓർബിറ്റലെ ബിലോ എബവ് റിപ്പീറ്റ് ചെയ്തിട്ട് മിക്കതും ചോദിക്കാറുള്ളതാണ്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, പാരലൽ ആക്സിസ് തിയറം ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ആ ഒരു കർവ്, സ്ട്രെസ് സ്ട്രെയിൻ കർവ് നിങ്ങൾ പഠിക്കുക. ബെർണോളിസ് 100% ഉറപ്പാണ്. ബെർണോളിസ് അതുപോലെ തന്നെ കാപ്പിലറി റൈസ് മസ്റ്റായിട്ടും പഠിക്കുക. പിന്നെ കാർനോട്ട് സൈക്കിൾ എന്തായാലും പഠിക്കണം. അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡണ്ണും പഠിക്കുക. കൈനറ്റിക് തിയറി പഠിക്കുക. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും പഠിക്കുക. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡെറിവേഷൻ പഠിക്കുക. ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്സുകൾ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ ഇരുന്ന് എല്ലാവരും 1 by 1 ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ കൂടി കൺസിഡർ ചെയ്ത് ഒപ്പം പഠിച്ചു പോവാം. സോ ആർക്കെങ്കിലും ഇതൊക്കെ അറിയില്ല, ഈ ടോപ്പിക്സുകളൊന്നും ഇപ്പോഴും അറിയില്ല, ഇതൊക്കെ അറിയാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ. നമ്മൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, 9895451912. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ് ആയിട്ട് കാണാം. ഇതേപോലെ കെമിസ്ട്രിയുടെ വീഡിയോസ് ഞാൻ ഇടാം. ഷുവർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും സ്കിപ്പ് ചെയ്യരുത് എന്നുള്ള കുറേ ടോപ്പിക്സുകളുണ്ട്. അതുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു എവരി വൺ.